വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ വിമർശിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കെസിബിസി. പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്നും പ്രസ്താവനയ്ക്ക് ക്രൈസ്തവർക്ക് നീരസമെന്നും കെസിബിസി വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു. ഉചിതമല്ലാത്ത പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത് സംസ്കാര സമ്പന്നമായ കേരളത്തിന് അപമാനമാണ്. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ മാത്രമല്ല, നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലും സഭാ നേതൃത്വം പങ്കെടുത്തിട്ടുണ്ടെന്നും കെസിബിസി പ്രതികരിച്ചു. ശ്രീ സജി ചെറിയാൻ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തെ പോലെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സമൂഹത്തിലെ ഉന്നതരായ മറ്റു ആളുകളെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണെങ്കിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അവരുടെ സ്ഥാനത്തിന് യോജിച്ച പദങ്ങളായിരിക്കണം. ഉചിതമല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് എതിർപക്ഷത്തുണ്ട് എന്ന് നിൽക്കുന്ന ആളുകളെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ അത് സംസ്കാര സമ്പന്നമായ കേരള സമൂഹത്തിന് അപമാനകരമായി തോന്നും. അതുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ച് അവർക്ക് കരുതലുണ്ടാകണം. സഭയിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല. കാരണം പ്രധാനമന്ത്രി വിളിച്ചൊരു യോഗത്തിലാണ് അവർ പങ്കെടുത്തത്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിളിച്ച സദസ്സുകളിൽ പ്രഭാത വിരുന്നുകളിൽ ഇതുപോലെ വിവിധ സഭാ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതൊരു ഭരണാധികാരി വിളിച്ച ഒരു പരിപാടി എന്ന രീതിയിലാണ് അവരെല്ലാം പങ്കെടുത്തിരിക്കുന്നത്. അതിന്റെ അപ്പുറം വേറൊന്നും ഈ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ചും പറയാനില്ല. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ റിപ്പോർട്ട്. പ്രതികൾക്ക് രക്ഷപ്പെടാൻ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥൻ സഹായം നൽകിയെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരമാണ് ചോർത്തി നൽകിയത്. കടയ്ക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പ്രതികൾക്ക് ചോർത്തി നൽകുകയായിരുന്നു. ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവല്ലം സിഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഒളിവിൽ പോയ പ്രതികളെ തേടിയുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കും. ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ്. തിരുവനന്തപുരം ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളുടെ ജീവൻ എടുക്കുന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ആവശ്യത്തോട് പിണറായിയുടെ പോലീസ് പുറംതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. പ്രാദേശിക മാർക്സിസ്റ്റ് നേതാക്കളാണ് പ്രതിസ്ഥാനത്ത് എന്നാണ് ആക്ഷേപം. സ്ത്രീ പീഡന കേസിൽ പ്രതി ചേർത്താൽ സിപിഐഎമ്മിൽ സ്ഥാനക്കയറ്റം ഉറപ്പാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. കെ.ബി. ഗണേഷ് കുമാർ ആന്റണി രാജു തർക്കത്തിൽ മുന്നണി നേതൃത്വത്തിന് അതൃപ്തി. വിവാദം അനാവശ്യമെന്നും ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല. ആന്റണി രാജുവും കൂടുതൽ പ്രതികരണത്തിന് മുതിരില്ല. വി.എം. സുധീരനുമായി കെ.പി.സി.സി നേതൃത്വം ചർച്ച നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി പ്രസിഡന്റും ഇതിന് മുൻകൈയെടുക്കണം. ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് സുധീരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം വേണമെങ്കിൽ പാർട്ടിയിൽ സമ്പൂർണ്ണ ഐക്യം വേണമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. ഇന്ന് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം വേണ്ട ഒരു സന്ദർഭമാണ്. വി.എം. സുധീരൻ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൌരവമായി തന്നെ എടുക്കേണ്ടതാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതാണ് കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. തന്നെയുമല്ല, ഇനിയും പാർട്ടിക്കുള്ളിൽ 2024 തെരഞ്ഞെടുപ്പ് വർഷമാണ്. പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദൌത്യമാണ് ഇന്നുള്ളത്. ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അത് നേതൃത്വം അതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
കെപിസിസി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച സുധീറിനെ അനുകൂലിച്ച് ഇതുവരെ പ്രധാന നേതാക്കൾ ആരും രംഗത്തെത്തിയിരുന്നില്ല. സുധീറിനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് കെ സുധാകരൻ നിലപാടെടുത്തതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല സുധീറിനെ അനുകൂലിച്ച് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. റൂഫിംഗ് ഷീറ്റ് വാങ്ങുമ്പോൾ Parametric satellite towards its destination. जी हाँ, इस वर्ष का प्रथम प्रमोशन श्रीहरिकोटा के प्रथम प्रमोशन मंच से PSLV C58 का हमने सफलतापूर्ण उत्थापन देखा और यह अपनी उद्दिष्ट कक्षा की ओर निरंतर बढ़ता हुआ प्रथम चरण का निष्पादन पूरी तरह सामान्य. Nominal thrusting by PS1 stage. Nominal burn time for the strap-ons is 70 seconds and the core motor for 109 seconds. इस समय यान अपने अधिकतम गतिक दाब से गुजरता हुआ प्रथम चरण का PSLV-യുടെ 60ാമത് വിക്ഷേപണമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നടന്നിരിക്കുന്നത്. ആദ്യഘട്ടം വിജയകരം. Station currently tracking the flight. എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായാണ് PSLV 58 കുതിച്ചുയർന്നിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് റോക്കറ്റ് ഉയർന്നിരിക്കുന്നത്. ബഹിരാകാശ ജാതി സെൻസസിനെതിരെ വീണ്ടും NSS. വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങൾക്കായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണം. ജാതി സംവരണം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ട് NSS പ്രതിനിധി സഭ പ്രമേയം കൊണ്ടുവന്നു. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? NSSന്റെ നായർ പ്രതിനിധി സമ്മേളനത്തിലാണ് ട്രഷറർ ആണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. നേരത്തെ തന്നെ ഈ ജാതി സെൻസസ് എന്ന ആവശ്യം വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ചർച്ചയായ സമയത്ത് തന്നെ NSS ഇതേ നിലപാടെടുത്തിരുന്നു. അതിന് പിന്നാലെ ഈ മന്നം ജയന്തിയോടനുബന്ധിച്ചുള്ള നായർ പ്രതിനിധി സമ്മേളനത്തിലും സമാനമായ നിലപാട് ആവർത്തിക്കുകയാണ് NSS. വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയമാണ് ഈ ജാതി സംവരണം. അത് അവസാനിപ്പിക്കണമെന്നാണ് NSS ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ സാമുദായിക സംവരണം എന്ന ആവശ്യമാണ് NSS കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. കേന്ദ്ര സർക്കാർ അത് നടപ്പാക്കുന്നു, സംസ്ഥാനത്ത് അത് നടപ്പാക്കാൻ വൈകുന്നു. ഇതിനെതിരെയൊക്കെ NSS രംഗത്ത് വരികയും കേന്ദ്രത്തെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും യോഗ്യതകളിൽ വെള്ളം ചേർക്കപ്പെടും എന്നതാണ് NSS ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ കോടതി വ്യവഹാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലും NSS നേരത്തെ തന്നെ മുന്നോട്ട് പോയിരുന്നു. എന്തായാലും NSSന്റെ ഒരു നിലപാട്, കാലങ്ങളായുള്ള നിലപാട്, അത് ഈ നായർ പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഈ ജാതി സംവരണം അവസാനിപ്പിക്കണം എന്ന പ്രമേയവുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാകുമോ? തൃശൂരിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. BJPയുടെ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇത്തവണ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാണ്. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള BJPയുടെ ശ്രമങ്ങളുടെ തുടർച്ചയും മോഡിയുടെ കേരള സന്ദർശനത്തിൽ ഉണ്ടാകും. നാളെ കഴിഞ്ഞ് വൈകിട്ട് തൃശൂരിൽ നടക്കുന്ന വനിതാ സംഗമത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. തൃശൂർ സീറ്റ് ആരുടെയും കുത്തകയല്ലെന്നും ഇത്തവണ സീറ്റ് പിടിക്കുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. അങ്ങനെ ആരുടെയും കുത്തകയൊന്നുമല്ല. തൃശ്ശൂർ മണ്ഡലം മാറി മാറി മുന്നണികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഫ്ലോട്ടിംഗ് വോട്ട് ധാരാളമുള്ള മണ്ഡലമാണ്. നിഷ്പക്ഷ വോട്ടർമാർ 50% ഉള്ള മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ഇത്രയും കാലം BJP എന്തുകൊണ്ട് ജയിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം BJPക്ക് ഒരു ജയസാധ്യതയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ ജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും അത് ജനങ്ങൾ ഒരു വൈമുഖ്യം കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന്
തൃശ്ശൂര് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണ് എന്ന് തൃശ്ശൂരിലെ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ജയസാധ്യതയിലേക്ക് BJP എത്തിയതോടുകൂടി ഇത്രയും കാലം BJPക്ക് വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യും. ഇത്രയും കാലം അവർക്ക് ജയിക്കില്ല എന്നുള്ളത് കൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ ഞങ്ങളോട് അനുഭാവം പുലർത്തുന്നവരാണ്, BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യും. ഇത് ഞങ്ങൾ വെറുതെ ഒരു ആഗ്രഹം പറയുന്നതല്ല. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി ക്രമാനുഗതമായിട്ട് BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. 2014 ഞങ്ങൾക്ക് 1 ലക്ഷം വോട്ടാണ് കിട്ടിയതെങ്കിൽ അത് ഞങ്ങൾക്ക് 2019 വന്ന സമയത്ത് 3 ലക്ഷം വോട്ടായിട്ട് വർദ്ധിച്ചു. വലിയ വർധനമാണ് ഉണ്ടായത്. അത്രയും വർധന ആവശ്യമില്ല 2024 ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു സ്ഥിരമായിട്ട് ഒരു നല്ലൊരു വോട്ടിംഗ് പെർസെന്റേജ് ഞങ്ങൾ തൃശ്ശൂർ നിലനിർത്തിയിട്ടുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടി 50% വോട്ട് പിടിക്കാൻ സാധിക്കുന്ന മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഏവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് അടുത്തിരിക്കെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂര്. മോദി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുപരി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു തൃശ്ശൂർ മോദിയെ സ്വീകരിക്കാൻ? BJPയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കേളികൊട്ടാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നതെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായിട്ട് തൃശ്ശൂരിനെ BJP കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട്. അതാണ് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇത്ര ഒരു സമ്മേളനം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വിളിച്ചു ചേർക്കുന്നത്. ഇതൊരു ശക്തി പ്രകടനത്തിന്റെ വേദി കൂടിയാക്കിയിട്ടാണ് BJP കാണുന്നത്. 2 ലക്ഷത്തിലേറെ വനിതകളെ ഈ ഒരു സമ്മേളനത്തിൽ അണിനിരത്തുന്നുണ്ട്. മോദി പങ്കെടുക്കുന്ന റോഡ് ഷോയുണ്ട്. അതായത് കേരളത്തിൽ ഇതുവരെ BJP നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മാസ് സമ്മേളനമായിരിക്കും, മഹാസമ്മേളനമായിരിക്കും തൃശ്ശൂരിലേതെന്നാണ് BJP നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാകുന്നത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ സമയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് 1 മണിക്കൂർ നേരത്തെയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിയോടെ അദ്ദേഹം തൃശ്ശൂരിലെത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. ഏതാണ്ട് 3/4 കിലോമീറ്റർ ദൂരം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. റോഡ് ഷോ തൃശ്ശൂരിലെ പഴയ ജില്ലാശുപത്രിക്ക് അടുത്തുനിന്ന് ആരംഭിച്ച് നായ്ക്കനാൽ വരേക്ക് റോഡ് ഷോയാണ്. ഈ സമ്മേളനത്തിൽ വനിതകൾക്ക് മാത്രമാണ് പ്രാധാന്യം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുക. അതിൽ പങ്കെടുക്കാത്ത മറ്റ് പ്രവർത്തകർ ഈ റോഡ് ഷോയിലാണ് പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹം വേദിയിലെത്തും. 2 മണിക്കൂറോളം സമയം ഈ ഒരു സമ്മേളനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നരേന്ദ്രമോദി പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സാധ്യതയും ഈ ഒരു സമ്മേളനത്തിലുണ്ട്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ പ്രധാന നേതാക്കളും, കേന്ദ്ര നേതാക്കൾക്കൊപ്പം എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഈ മഹിളാ ശക്തി സമ്മേളനം. വലിയ ഒരുക്കങ്ങൾ, വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇതിനുവേണ്ടി ഇപ്പോൾ തന്നെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലെ വടക്കനാഥ മൈതാനത്ത് നായ്ക്കനാലിന്റെ മുൻപിലാണ് വേദി ഒരുങ്ങുന്നത്. 2 ലക്ഷത്തോളം പേരെ ഇരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, വനിതകൾക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനം. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധനകളും നാളെ മുതൽ ഉണ്ടാകും. ഒരുക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ എന്നവണ്ണം നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് വരാനിരിക്കുന്ന പ്രചാരണ പരിപാടികളുടെ തുടക്കമായിട്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇതിന് മോദിക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളെല്ലാം ഏറെ വൈകാതെ തൃശ്ശൂരിൽ എത്തും എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. CV അനുമോദാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര ഭാരവാഹികൾ. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലുള്ള ക്ഷേത്ര ഗോപുരങ്ങളുടെ ശോച്യാവസ്ഥ മുതൽ പരിഹരിക്കാൻ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹാരം വേഗത്തിൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തൃശൂർ ഒരുങ്ങുകയാണ്. മുൻപൊന്നുമില്ലാത്ത വിധം സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പക്ഷേ ഓരോ ആളുകൾക്കും ഒരുപാട് പ്രതീക്ഷകൾ ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലുണ്ട്. ഞാൻ നിൽക്കുന്നത് വടക്കുനാഥ ദേവസ്വത്തിന് മുമ്പിലാണ്, വടക്കുനാഥ ക്ഷേത്രത്തിന് മുൻപിലാണ്.
ദേവസ്വത്തിൻ്റെ ക്ഷേത്രപ്രദേശ സംഘം ശ്രീ ഹരിഹരൻ എന്നോട് ചേരുന്നു. മോദി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വേദി. എന്തൊക്കെയാ പ്രതീക്ഷകൾ, എങ്ങനെയൊക്കെയാണ്? നമ്മുടെ പ്രതീക്ഷ എന്താ വെച്ചാൽ ഇപ്പോൾ വടക്കുന്നതിന്റെ കിഴക്കേ ഗോപുരമാണ് പ്രധാനം. കിഴക്കേ ഗോപുരം എപ്പോൾ വേണമെങ്കിൽ വീഴാമെന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കണം. 500 വർഷത്തിന് മേലെയായി നമ്മുടെ ഈ പ്രസാദ പദ്ധതിയിൽ 50 കോടി രൂപ ഈ വടക്കുന്ന ക്ഷേത്ര മൈതാനം പുനരുദ്ധീകരിക്കാൻ പാസ്സാക്കിയിട്ട് 5 മാസമായി. അപ്പോൾ ഈ കിഴക്കേ ഗോപുരം ഇപ്പോൾ ശരിയാക്കിയില്ലെങ്കിൽ ഇതിൽ വീണുപോകും. ഇതേപോലെ കൂത്തമ്പലം ചോർന്നൊലിച്ചിട്ട് ഏകദേശം 5 കൊല്ലത്തോളമായി. നമ്മളതിനും കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് പോരാണ്ട് നമ്മുടെ ക്ഷേത്ര മൈതാന നവീകരണം, ഇതിനെല്ലാം കൂടി പ്രസാദ പദ്ധതിയിൽ നമുക്ക് 50 കോടി രൂപയാണ് അന്ന് കടലാസ് കൊടുത്തുള്ള 5 മാസമായി. അപ്പോൾ മോഡിജി ഇപ്പോൾ വരുമ്പോൾ ഇതെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗോപുരവും വടക്കുന്ന ക്ഷേത്ര മൈതാനവും രക്ഷപ്പെടുന്നു എന്ന ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഇത് ശരിക്കും ഓരോ വർഷവും പൂരം കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു സാഹചര്യം. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ളതാണെങ്കിലും പ്രത്യേക അനുമതിയോടെയാണല്ലോ നടത്തുന്നത്. എന്താണ് ഈ ഇതിന്റെ അറ്റകുറ്റപ്പണി വൈകാനുള്ള ഒരു താമസത്തിന് കാരണം? വൈകാൻ താമസം എന്ന് പറഞ്ഞാൽ പുരാവസ്തു വകുപ്പിന്റെ അനുമതി കിട്ടാനാണ് ആദ്യം വൈകിയിരുന്നത്. പുരാവസ്തു വകുപ്പ് ഇപ്പോൾ കിഴക്കേ ഗോപുരത്തിന് സാങ്ഷൻ തന്നു. പക്ഷേ അതിന്റെ ഫണ്ട് ഇല്ലാണ്ട് ഇപ്പോൾ പുരാവസ്തു സാങ്ഷൻ ആദ്യം TVS ഏറ്റെടുത്തിരുന്നതാണത്. അതിങ്ങനെ 4 കോടി അവർ ചെലവാക്കി ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അത് ഇവരെ ഓർഡർ കിട്ടാൻ വൈകി, പുരാവസ്തുവിന്റെ ഓർഡർ കിട്ടാൻ വൈകിയ കാരണം TVS ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇപ്പൊ നമ്മൾ ഈ പ്രസാദ പദ്ധതിയിൽ പെടുത്തിയ കാരണം ഇപ്പോഴെങ്കിലും ഈ സാധനം ശരിയാക്കിയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കിഴക്കേ ഗോപുരം എന്താണെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വടക്കുന്ന 3 ഗോപുരം സ്ഥിതി മോശമാണ്. ഇപ്പൊ തെക്കേ ഗോപുരം പുരാവസ്തു. ഇപ്പോൾ വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സജി ചെറിയാൻ നേരത്തെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നടക്കം മാറി നിൽക്കേണ്ടി വന്ന ആളാണ്. ഈ മന്ത്രി ഈ ആക്ഷേപത്തിന് കാരണമായിട്ട് പറയുന്നത് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ ആ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശം ഒരുപക്ഷെ VN വാസവൻ ഇപ്പോൾ പുതിയ വകുപ്പ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. കാരണം പഴയ തലമുറയിലെ ആർഷോയാണ് ഈ സജി ചെറിയാൻ. അതുകൊണ്ട് സജി ചെറിയാനിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വിഷമാണ്. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 6 സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. ഗോവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമുദായം മുഴുവൻ BJPക്കെതിരാണ് എന്ന് സജി ചെറിയാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്തതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതുമാണ്. അതുകൊണ്ട് ഈ പിണറായി വിജയന്റെ വരദാനം, പിണറായി വിജയൻ കേരളത്തിന്റെ വരദാനം എന്ന് പറഞ്ഞ വാസവന് ഒരു പുതിയ വകുപ്പ് കിട്ടിയെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസഭ്യം നടത്തിക്കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടന്നതെങ്കിൽ പിണറായി വിജയൻ ആണത് പരിഗണിക്കേണ്ടത്. ഏതായാലും ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ, സകല അരമനയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്. എന്ത് പ്രഹസനമാണ് സജി. CPMന്റെ തന്നെ ഒരു നിലപാടായിട്ടാണ് കരുതുന്നത്. CPMന്റെ നിലപാടല്ലേ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്, ഞാനല്ലല്ലോ പറയുന്നത്. ഇത്തരത്തിൽ വിരുന്നിലൊക്കെ ക്ഷണിക്കുമ്പോൾ അവർ പോകുമ്പോഴൊക്കെ തന്നെയും BJP കൂടുതൽ സ്വാധീനം ഉണ്ടാവുന്നൊരു ഭയം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല, അത് ആ ഭയം കൊണ്ടാണോ അതോ സ്വന്തം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ? കാരണം പിണറായി മന്ത്രിസഭയിൽ
വലിയ ഗുണ്ടായിസം കാണിക്കുന്നവർക്കാണ് മന്ത്രിസഭയിൽ കൂടുതൽ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ അംഗീകാരം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ? ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വാസവന് ഏറ്റവും ഒടുവിൽ കിട്ടി, അതിന്റെ പശ്ചാത്തലം. പിന്നെ സജി ചെറിയാന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ചരിത്രമൊക്കെ ഒരു വശത്തിരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ കേരളീയ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനമാണല്ലോ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ സമുദായത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ആ മൗനം എന്തുകൊണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏത് കലാപം? കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ മുഴുവൻ തന്നെ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കലാപത്തെക്കുറിച്ച് CPM-കാരും കോൺഗ്രസുകാരും നടത്തിയ പ്രചരണം പൊളിഞ്ഞുപോയതിലുള്ള ജാള്യതയും ഒരു വിഷമമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. കലാപത്തെക്കുറിച്ചുള്ള പ്രശ്നം, കലാപം എന്തായിരുന്നു എന്നുള്ളത്, കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം പറയുന്നതിനേക്കാൾ വലിയ വസ്തുത ആർക്കെങ്കിലും പറയാനുണ്ടോ? കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രീനാരായണ ഗുരുവിനെ പിണറായി വിജയനാണ് അറിയുന്നത് എന്നുള്ള ധാരണ വരുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് പോലെ അപഹാസ്യമാണ് മണിപ്പൂരിൽ നടന്നതിനെക്കുറിച്ച് ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയനും സുധാകരനും സതീശനും ഒക്കെ നടത്തിയ പ്രസ്താവന. അതുകൊണ്ട് ആ പ്രസ്താവനകളൊക്കെ പൊളിഞ്ഞു പോകും. അതിന് അധിക കാലത്ത് ആയുസില്ല. അല്ല, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഗവർണറെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി നാട്ടിലുണ്ടാവുമ്പോൾ ഇതൊക്കെ നടക്കുന്നത് അത്ഭുതപ്പെടാനില്ല. പക്ഷേ അതുകൊണ്ട് ഗവർണറുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരും എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നേ പറയാൻ പറ്റും. കാരണം ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് സർവകലാശാല ബില്ല് അദ്ദേഹം തടഞ്ഞുവെച്ചു. ലോകായുക്ത ബില്ല് അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ബില്ലിലും അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നില്ല. അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നത് ആകെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രയോജനമുണ്ടാകുന്ന, അവർക്ക് മാത്രം പ്രയോജനമുണ്ടാകുന്ന നിയമനിർമ്മാണം നടക്കുമ്പോൾ ഗവർണർ വിശദീകരണം ചോദിക്കുന്നു. വിശദീകരണം ആരും കൊടുക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ നിർവാഹമില്ലാത്ത സ്ഥിതി ഉണ്ടാവും. അദ്ദേഹം തടഞ്ഞു വെച്ചതല്ല, വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണം വരുന്നില്ല സർക്കാരിന്റെ ഭാഗത്ത്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇന്ന് ഈ വാർത്ത വന്നപ്പോ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം സിൽവർ ലൈനിന്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. ബിഷപ്പ് മാർക്കെതിരായ സജി ചെറിയാന്റെ വിമർശനത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു വി മുരളീധരൻ. പരാമർശം കേരളത്തിന് അപമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരു അത്ഭുതമൊന്നുമില്ല സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത്. അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ തോമസ് മാഷ് പോയിട്ട് ഡൽഹിയിൽ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു, അതായത് മുരളീധരനെ കണ്ടു, സംസാരിച്ചു, ഇനി കേരളയിലൊക്കെ ശരിയാവും. എന്നെ കണ്ട് സംസാരിച്ചത് കേരളയിലൊന്നുമല്ല. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നു എന്നുള്ളതല്ലാതെ ഒരു കേരളയിലും കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്തു നിന്നും അതിലൊരു താല്പര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ
കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല. ഈ രാമക്ഷേത്ര വിഷയത്തിൽ പ്രതിപക്ഷം